ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പാപ്പുവ ന്യൂഗിനിയയിലെ വാഴ്ത്തപ്പെട്ട പീറ്റർ ടുറോട്ട്, തുർക്കിയിലെ വാഴ്ത്തപ്പെട്ട ഇഗ്നേഷ്യസ് ഷൗക്രല്ല മലോയാൻ, വെനിസ്വലയിലെ വാഴ്ത്തപ്പെട്ട മരിയ കാർമൻ എന്നിവരുടെ വിശുദ്ധ പദവിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകി. മാർച്ച് 28-ന് വത്തിക്കാന്റെ വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി പ്രഖ്യാപിച്ച ഡിക്രികൾക്കാണ് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയത്. വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങുകൾ ചർച്ച ചെയ്ത് പിന്നീട് അറിയിക്കുന്നതാണെന്ന് ഹോളി സീപ്രസ് ഓഫീസ് അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികർക്കും വിശ്വാസികൾക്കും നേരെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം. ഇന്നലെയാണ് അക്രമം അരങ്ങേറിയത്. 2025 ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മണ്ഡല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടയിലാണ് തീവ്ര ഹിന്ദുത്വവാദികൾ പ്രകോപിതരായി വിശ്വാസികളെ കയ്യേറ്റം ചെയ്തത്. വൈദികരെയും വിശ്വാസികളെയും കയ്യേറ്റം ചെയ്ത് മർദ്ദിച്ച ഹിന്ദുത്വവാദികൾ ഭീഷണി മുഴക്കി. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ അക്രമം നടന്നത്. ജയ് ശ്രീറാം വിളികളോടെ ഹിന്ദുത്വവാദികൾ നടത്തിയ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തെ കത്തോലിക്ക സമൂഹം അപലപിച്ചു. സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മാർച്ച് ഫോർ ലൈഫിന്റെ നേതൃത്വത്തിൽ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ഗർഭഛിദ്ര അനുകൂല നിയമത്തിനെതിരെ പ്രതിഷേധം നടന്നു. ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗർഭഛിദ്ര നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധം നടന്നത്. നിയമസഭയിലേക്ക് നടന്ന പ്രതിഷേധ റാലിക്ക് ശേഷം മാർച്ച് ഫോർ ലൈഫിന്റെ പ്രവർത്തകർ അധികാരികൾക്ക് ഗർഭഛിദ്ര നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അഭ്യർത്ഥന കൈമാറി. മാർച്ച് 28-ന് മ്യാൻമറിനെ പിടിച്ചുകുലുക്കിയ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിലെ ജനങ്ങൾക്ക് ഭക്ഷണം, പാർപ്പിടം, മരുന്ന് എന്നിവ ആവശ്യമാണെന്ന് മ്യാൻമർ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് കർദിനാൾ ചാൾസ് ബോ അറിയിച്ചു. മ്യാൻമറിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഇതുവരെ 2000-ലധികം പേർ മരിക്കുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് കർദിനാൾ ചാൾസ് ബോ ഇക്കാര്യം വ്യക്തമാക്കിയത്. പല സ്ഥലങ്ങളിലും വൈദ്യുതിയും ഇന്റർനെറ്റ് സേവനങ്ങളും തകർന്നെന്നും സഹായങ്ങൾ ആവശ്യമാണെന്നും കർദിനാൾ അറിയിച്ചു. ഒമാഹ ആർച്ച് ബിഷപ്പ് ജോർജ് ലൂക്കാസിന്റെ രാജി സ്വീകരിച്ചതിനെ തുടർന്ന് ഒമാഹ അതിരൂപതയുടെ തലവനായി ബിഷപ്പ് മൈക്കൽ മക്ഗവണിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. 60-കാരനായ മക്ഗവേൺ 2020 ഏപ്രിൽ മുതൽ ബെല്ലേവിലെ രൂപതയെ നയിച്ചു വരികയാണ്. ചിക്കാഗോ സ്വദേശിയായ അദ്ദേഹം മെയ് 7-ന് സെന്റ് സെസിലിയ കത്തീഡ്രലിൽ ഒമാഹയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനമേൽക്കും. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.